ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷനാണ്. 1609 കെപ്ലർ തൻ്റെ ആദ്യത്തെ രണ്ട് പ്ലാനറ്ററി ലോസ് പ്രപ്പോസ് ചെയ്യുന്നത്. 1619 കെപ്ലർ മൂന്നാമത്തെ പ്ലാനറ്ററി ലോ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അങ്ങനെ 3 പ്ലാനറ്ററി നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ 2 നിയമങ്ങളും 1609 പബ്ലിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ പ്ലാനറ്ററി ലോസ് ഡാനിഷ് അസ്ട്രോണമറായിട്ടുള്ള ടൈക്കോ ബ്രാഹയുടെ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് കെപ്ലർ തൻ്റെ ആദ്യത്തെ 2 പ്ലാനറ്ററി ലോസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷമാണ് കെപ്ലർ തൻ്റെ മൂന്നാമത്തെ പ്ലാനറ്ററി ലോ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് കെപ്ലറിൻ്റെ 3 പ്ലാനറ്ററി നിയമങ്ങളും അതോടൊപ്പം അതിൻ്റെ പ്രൂഫുമാണ്. സോ ആദ്യം തന്നെ കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ അതുപോലെ അതിൻ്റെ പ്രൂഫാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ലോ ഓഫ് ഓർബിറ്റ്സ്. Kepler's first law, and the first law is also called law of orbits. Okay. So എന്താണ് കെപ്ലറിൻ്റെ ആദ്യത്തെ പ്ലാനറ്ററി ലോ? So the first law states that planets move around the sun in elliptical orbits with the sun at one of the foci. Okay, so പ്ലാനറ്റ് സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് കറങ്ങുന്നത് എന്നും അത്തരത്തിലുള്ള ഒരു മോഷനിൽ ആ എലിപ്സിൻ്റെ ഒരു ഫോക്കസിലായിരിക്കും സണ്ണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുമാണ് കെപ്ലറിൻ്റെ ആദ്യത്തെ പ്ലാനറ്ററി ലോ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് കറങ്ങുന്നത് എന്നും സണ്ണ് ആ എലിപ്സിൻ്റെ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ കെപ്ലറിൻ്റെ പ്ലാനറ്ററി ലോ, ഫസ്റ്റ് ലോ, നമ്മൾ ലോ ഓഫ് ഓർബിറ്റ് എത്തരത്തിലാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. സോ അതിനായിട്ട് നമുക്കറിയാം, ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുക, ആ ഒരു കേസിൽ അവിടെ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതായത് ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുമ്പോൾ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ആ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സെൻട്രൽ ഫോഴ്സ് എന്താണ് എന്ന് ഓൾറെഡി പഠിച്ചു. സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത് എ ഫോഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഡിസ്റ്റൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഓർ അവേ ഫ്രം ദി സെൻറ്റർ. സോ അത്തരത്തിലുള്ള ഒരു സെൻട്രൽ ഫോഴ്സിന് എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുമ്പോൾ ഇൻവോൾവ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു സെൻട്രൽ ഫോഴ്സ് ആണ് എന്ന് നമുക്കിപ്പോഴറിയാം. ഇനി ഒരു സെൻട്രൽ ഫോഴ്സിൻ്റെ കേസിലുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ കഴിഞ്ഞ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു സെൻട്രൽ ഫോഴ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എങ്കിൽ അവിടുത്തെ ഫോഴ്സിൻ്റെ റേഡിയൽ കമ്പോണൻറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. ആംഗുലാർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ആ കേസിൽ നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആംഗുലാർ കമ്പോണൻറ്റ് 0 ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. സെൻട്രൽ ഫോഴ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളതെങ്കിൽ. അങ്ങനെ നമ്മളതിൻ്റെ റേഡിയൽ പാർട്ടിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിരുന്നു. ആ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്: എഫ് ഓഫ് ആർ ക്യാപ് ഈസ് ഈക്വൽ ടു എം
ആർ ഡബിൾ ഡോട്ട് മൈനസ് എം ആർ തീറ്റ ഡോട്ട് സ്ക്വയർ ആർ ക്യാപ്പ് എന്ന് നമുക്ക് കിട്ടിയിരുന്നു. സോ ഇതാണ് ഒരു സെൻട്രൽ ഫോഴ്സിൻ്റെ റേഡിയൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. സോ എഫ് ഓഫ് ആർ ആർ ക്യാപ്പ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ നമുക്കറിയാം ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഓക്കെ, സോ ഞാൻ ഈ എഫ് ഓഫ് ആർ ഞാൻ എടുക്കുകയാണ്. എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് എം ഇൻറ്റു ആർ ഡബിൾ ഡോട്ട്. സോ ദിസ് ഇസ് എം ആർ ഡബിൾ ഡോട്ട് മൈനസ് എം ആർ തീറ്റ ഡോട്ട് സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം ഞാൻ എടുത്താൽ ഇതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ ഈ ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. സോ ഒരു പ്ലാനറ്ററി മോഷൻ നമ്മൾ എടുക്കുമ്പോൾ സണ്ണിൻ്റെ മാസ് നമ്മൾ ക്യാപിറ്റൽ എമ്മും പ്ലാനറ്റിൻ്റെ മാസ് നമ്മൾ സ്മോൾ എം എന്നുമാണ് എടുക്കുന്നതെങ്കിൽ അത് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും. സോ നമുക്ക് ഇതിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. എം ആർ ഡബിൾ ഡോട്ട് മൈനസ് എം ആർ തീറ്റ ഡോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണെന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ എം ഇൻറ്റു എന്താണ് ആർ ഡബിൾ ഡോട്ട്? ആർ ഡബിൾ ഡോട്ട് നമുക്ക് കിട്ടുന്നത് ആറിനെ 2 തവണ ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ്. സോ ആർ ഡബിൾ ഡോട്ട് ഈസ് നത്തിങ് ബട്ട് ഡി സ്ക്വയർ ആർ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ആണ്. സോ എം ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ മൈനസ് എം ആർ ഇൻറ്റു എന്താണ് തീറ്റ ഡോട്ട്. ഓക്കെ, നമുക്കറിയാം തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് അത് ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് ഒമേഗയാണ് എന്ന് നമുക്കറിയാം. സോ ദിസ് ഈസ് എം ആർ ഒമേഗ സ്ക്വയർ ആണെന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണെന്ന് എഴുതാം. ഓക്കെ, സോ ഞാൻ ഇക്വേഷനെ ത്രൂ ഔട്ട് സ്മോൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ മൈനസ് ആർ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, നൗ ലെറ്റ് മീ മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ വിത്ത് സം ആർ ക്യൂബ്. ഓക്കെ, സ്മോൾ ആർ ക്യൂബ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇക്വേഷൻ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആർ ക്യൂബ് ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ മൈനസ് ആർ റേസ് ടു 4 ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ഇൻറ്റു സ്മോൾ ആർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ഫോമിൽ നമുക്ക് ഇക്വേഷനെ കിട്ടി. ഇനി അടുത്തായിട്ട് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതായത് നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റം എൽ എന്ന് പറയുന്നത് ഐ ഒമേഗയാണ്. ഇനി ഐ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ആണെന്നറിയാം. സോ എൽ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗയാണ്. ഓർ എൽ ബൈ എം ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഒമേഗയാണെന്ന് നമുക്കറിയാം. ഇവിടെ ഈ ആർ സ്ക്വയർ ഒമേഗയ്ക്ക് പകരം ഞാൻ എച്ച് എന്ന് വിളിക്കുകയാണ്. സ്മോൾ ലെറ്റർ എച്ച് എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ആർ സ്ക്വയർ ഒമേഗ എന്ന് പറയുന്നത് എച്ച് ആണെങ്കിൽ ആർ റേസ് ടു 4 ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എച്ച് സ്ക്വയർ ആയിരിക്കും. സോ ഈ എക്സ്പ്രഷനെ നമുക്ക് ആർ ക്യൂബ് ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ആർ ആണെന്ന് പറയാം. ഓക്കെ, നൗ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. ആർ ക്യൂബ് ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ജി എം ആർ എന്നാണ് കിട്ടിയത്. ഇനി അടുത്ത ഞാൻ കൊടുക്കുന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്. ലെറ്റ് ആർ ഈസ് ഈക്വൽ ടു 1/u. ആറിനെ 1/u എന്ന് വിളിക്കുന്നു. അങ്ങനെ ആർ 1/u ആണെങ്കിൽ എന്തായിരിക്കും ഡി ആർ ബൈ ഡി ടി? ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് 1/u. സോ ദിസ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് 1/u എന്ന് പറയുന്നത് മൈനസ് 1/u സ്ക്വയർ ഇൻറ്റു ഡി യു ബൈ ഡി ടി എന്ന് വരും. ഈ മൈനസ് 1/u സ്ക്വയർ ഡി യു ബൈ ഡി ടിയെ നമുക്ക് മൈനസ് 1/u സ്ക്വയർ ഇൻറ്റു ഡി യു ബൈ ഡി ടിയെ ഡി യു ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. വേർ ഈ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്ന സാധനം എന്താണ്? ഇത് ഒമേഗയാണ്. സോ ദിസ് ഈസ് മൈനസ് 1/u സ്ക്വയർ
ഡി യു ബൈ ഡി തീറ്റ ഇൻറ്റു ഒമേഗയാണെന്ന് പറയാം. ഇനി നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റം എൽ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗയാണ്. ഒമേഗ എന്ന് പറയുന്നത് എൽ ഡിവൈഡഡ് ബൈ എം ആർ സ്ക്വയർ ആണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എൽ ബൈ എം, എൽ ബൈ എമ്മിനെയാണ്, എൽ ബൈ എം ഈസ് ആർ സ്ക്വയർ ഒമേഗയാണ്, ഇതിനെയാണ് നമ്മൾ എച്ച് എന്ന് വിളിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ എൽ ബൈ എമ്മിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എച്ച് എന്ന് കൊടുക്കാം. സോ ദിസ് എക്സ്പ്രഷൻ വിൽ ബിക്കം എച്ച് ബൈ ആർ സ്ക്വയർ. നമുക്കറിയാം 1/r എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് 1/u എന്നാണ് നമ്മൾ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ആർ ഈസ് 1/u. സോ 1/r സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി യു സ്ക്വയർ. സോ ഇത് എച്ച് യു സ്ക്വയർ ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് എച്ച് യു സ്ക്വയർ ആണെന്നാണ് ഇപ്പോൾ കിട്ടിയത്. ഇനി നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, ഇതിന് തൊട്ട് മുമ്പ് ഇവിടെ നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് -1/u സ്ക്വയർ ഡി യു ബൈ ഡി തീറ്റ ഇൻറ്റു ഒമേഗയാണെന്ന് കിട്ടി അല്ലേ. സോ ദിസ് ഈസ് -1/u സ്ക്വയർ ഇൻറ്റു -1/u സ്ക്വയർ ഡി യു ബൈ ഡി തീറ്റ ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടി അത് എച്ച് യു സ്ക്വയർ ആണ്. സോ യു സ്ക്വയർ ക്യാൻസൽ ആവും. ദിസ് വിൽ ബി -h ഇൻറ്റു ഡി യു ബൈ ഡി തീറ്റ. ഓക്കെ, സോ ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് -h ഇൻറ്റു ഡി യു ബൈ ഡി തീറ്റയാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ? ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഡി ആർ ബൈ ഡി ടി ആണ്. ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് -h ഇൻറ്റു ഡി യു ബൈ ഡി തീറ്റയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? -hനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു, ഡി ബൈ ഡി ടി ഓഫ് ഡി യു ബൈ ഡി തീറ്റ എന്നാണ് ഇത് വരിക. ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് -h ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് ഡി യു ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് -h. ഡി തീറ്റ ബൈ ഡി ടി ഈസ് അഗെയിൻ എന്താണ്? ഒമേഗയാണ്. സോ -h ഇൻറ്റു ദിസ് ഈസ് ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ ഇൻറ്റു ഒമേഗ എന്ന് വരും. ഓക്കെ, -h ഇൻറ്റു ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ ഇൻറ്റു ഒമേഗ. ഇനി സോ ഇപ്പം നമുക്ക് കിട്ടിയത് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു -h ഇൻറ്റു ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ ഇൻറ്റു ഒമേഗ എന്ന് കിട്ടി. ഇനി അതുപോലെ നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ഈസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒമേഗ എന്ന് പറയുന്നത് എച്ച് യു സ്ക്വയർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. ഒമേഗ ഈസ് എച്ച് യു സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഒമേഗയ്ക്ക് പകരം എച്ച് യു സ്ക്വയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? -h ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ ഇൻറ്റു എച്ച് യു സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് -h സ്ക്വയർ യു സ്ക്വയർ ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് -h സ്ക്വയർ യു സ്ക്വയർ ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ ആണെന്ന് കിട്ടി. ഇതാണ് കിട്ടിയ ഒരു എക്സ്പ്രഷൻ. അതുപോലെ ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് -h ഇൻറ്റു ഡി യു ബൈ ഡി തീറ്റയാണെന്ന് കിട്ടി. ഇതാണ് ഇപ്പം നമ്മൾ ഡെറൈവ് ചെയ്ത മറ്റൊരു എക്സ്പ്രഷൻ. അതുപോലെ ഒമേഗ എന്ന് പറയുന്നത് എച്ച് യു സ്ക്വയർ ആണെന്ന് കിട്ടി. ഇതാണ് നമ്മൾ ഡെറൈവ് ചെയ്ത മറ്റൊരു എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമ്മൾ ആദ്യമേ എഴുതി വെച്ച ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ആർ ക്യൂബ് ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ, ആർ ക്യൂബ് ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ -h സ്ക്വയർ ഈസ് ഈക്വൽ ടു -gmr. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ
ആർ ഈസ് ഈക്വൽ ടു 1/u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് dr/dt-യും d²r/dt² ഒക്കെ കണ്ടത്. ഓക്കെ, നൗ ഇപ്പോൾ r 1/u ആണെന്ന് നമുക്കറിയാം. സോ ഈ എക്സ്പ്രഷനെ നമുക്കിനി എങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും? r 1/u ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ 1/u³ ഇൻറ്റു d²r/dt² എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ചെയ്ത് കിട്ടി. ദാറ്റ് ഈസ് -h²u² d²u/dθ² ആണ്. മൈനസ് h² ഈക്വൽ ടു -gm ഇൻറ്റു ആറിന് പകരം 1/u എന്ന് കൊടുക്കും. സോ ദിസ് ഇസ് -gm/u. നൗ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം -h²/u ഇൻറ്റു d²u/dθ² മൈനസ് h² ഇസ് ഈക്വൽ ടു -gm/u എന്ന് വരും. ഓക്കെ, നൗ ഞാൻ ഈ എക്സ്പ്രഷനെ ഇപ്പോൾ കിട്ടിയ ഈ എക്സ്പ്രഷനെ ഞാൻ ത്രൂ ഔട്ട് ഒരു -u/h² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം ഇവിടെ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ ഉള്ളത്? -h²/u ആ ഉള്ളത്. സോ d²u/dθ²ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കണം എന്നുണ്ടെങ്കിൽ ഞാനിതിനെ -u/h² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഈ എക്സ്പ്രഷനെ ത്രൂ ഔട്ട് -u/h² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇത് d²u/dθ² എന്ന് കിട്ടും. അടുത്തത് -u/h² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് വരും, u h² ക്യാൻസൽ ആവും, ഇസ് ഈക്വൽ ടു അടുത്ത ടേം gm/h² എന്ന് വരും. ഓക്കെ, സോ d²u/dθ² പ്ലസ് u ഇസ് ഈക്വൽ ടു gm/h² എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് കിട്ടിയത് d²u/dθ² പ്ലസ് u ഇസ് ഈക്വൽ ടു gm/h² എന്നാണ് കിട്ടിയത്. ഇതിനെ എനിക്ക് d²u/dθ² പ്ലസ് u മൈനസ് gm/h² ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ഇവിടെ ഞാൻ അഗെയിൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. പുട്ട് x ഈസ് ഈക്വൽ ടു u മൈനസ് gm/h². x ഈസ് ഈക്വൽ ടു u മൈനസ് gm/h². അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ dx/dθ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ദിസ് ഈസ് ഈക്വൽ ടു du/dθ എന്ന് കിട്ടും. സെക്കൻഡ് ടേം വിൽ ബി 0. ഓർ d²x/dθ² എടുത്താൽ ദിസ് വിൽ ബി d²u/dθ² ആയിരിക്കും. സോ ഞാനിപ്പോൾ യുവിലുള്ള ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഞാൻ എക്സിലേക്കുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറ്റുകയാണ്. d²u/dθ² പകരം എനിക്കിപ്പോൾ d²x/dθ² എന്ന് കൊടുക്കാം, പ്ലസ് u മൈനസ് gm/h² x ആണെന്നറിയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. സോ d²x/dθ² പ്ലസ് x ഈസ് ഈക്വൽ ടു 0 ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എനിക്ക് x ഈസ് ഈക്വൽ ടു a cos θ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് എഴുതാം. ഓക്കെ, x ഈസ് ഈക്വൽ ടു a cos θ വിൽ ബി എ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി അപ്പോൾ എക്സ് എന്തായിരുന്നു? എക്സ് എന്ന് പറയുന്നത് u മൈനസ് gm/h² ആണ്. സോ u മൈനസ് gm/h² ഇസ് ഈക്വൽ ടു a cos θ എന്ന് എഴുതാം. ഓർ ഇതിനകത്ത് u എന്ന് പറയുന്നത് എന്ത് വരും? ഈസ് gm/h² പ്ലസ് a cos θ ആണെന്ന് എഴുതാം. u എന്ന് പറയുന്നത് നമുക്കറിയാം അത് 1/r ആയിരുന്നു. സോ 1/r ഇസ് ഈക്വൽ ടു gm/h² പ്ലസ് a cos θ. ഇനി ഞാൻ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു h²/gm കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, h²/gm. അങ്ങനെ h²/gm കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതെന്ത് വരും? h²/gm ഡിവൈഡഡ് ബൈ r ഇസ് ഈക്വൽ ടു ഇതെന്ത് വരും? ഫസ്റ്റ് ടേം 1 വരും, പ്ലസ് h²/gm ഇൻറ്റു a cos θ എന്ന് വരും. ഓക്കെ, ഇനി അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഈ ഇക്വേഷനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു സം l ഡിവൈഡഡ് ബൈ r ഇസ് ഈക്വൽ ടു 1 പ്ലസ് എപ്സിലോൺ കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ചെയ്തത് ഇതാണ്. ഈ h²/gm പകരം ഞാൻ സ്മോൾ എൽ എന്നും h²a ഡിവൈഡഡ് ബൈ gm ഈ ടേം h²a/gm പകരം ഞാൻ എപ്സിലോൺ എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. h²/gm പകരം സ്മോൾ എൽ എന്നും
എച്ച് സ്ക്വയർ എ ബൈ ജി എമ്മിന് പകരം എപ്സിലോൺ എന്നും കൊടുത്തു. സോ നമുക്കിത് എൽ ബൈ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എപ്സിലോൺ കോസ് തീറ്റ എന്ന ഇക്വേഷൻ എഴുതാം. ഓക്കെ, സോ നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ്. എൽ ബൈ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എപ്സിലോൺ കോസ് തീറ്റ, വേർ എൽ ഈസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ആൻഡ് എപ്സിലോൺ ഈസ് എച്ച് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ജി എം ആണ്. ഇനി ഈ എൽ ബൈ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എപ്സിലോൺ കോസ് തീറ്റ എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ആൻഡ് ദിസ് ഈസ് ദി പോളാർ ഫോം ഓഫ് ദി ഇക്വേഷൻ ഓഫ് എ കോണിക്. ഒരു കോണിക്കിൻ്റെ പോളാർ ഇക്വേഷനാണ്. ദിസ് ഈസ് ദി പോളാർ ഫോം ഓഫ് ഇക്വേഷൻ. ഒരു കോണിക്കിൻ്റെ പോളാർ ഫോം ഓഫ് ഇക്വേഷനാണ്. എന്താണ് ഒരു കോണിക് എന്ന് പറഞ്ഞാൽ? കോണിക് എന്ന് പറഞ്ഞാൽ അത് എലിപ്സ് ആവാം, പരാബോളയാവാം, ഹൈപ്പർബോളയാവാം, സർക്കിളാവാം. സോ അത്തരത്തിലുള്ള ഒരു കോണിക് സെക്ഷൻ നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവലിൽ മാത്തമാറ്റിക്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോണിക്കുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോണിക്കിൻ്റെ ഇക്വേഷൻ ഇൻ പോളാർ ഫോമിലുള്ള കോണിക്കിൻ്റെ ഇക്വേഷനാണ് എൽ ബൈ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എപ്സിലോൺ കോസ് തീറ്റ എന്ന് പറയുന്നത്. അതിൽ എൽ എന്ന് പറയുന്നത് എൽ ഈസ് ദ സെമി ലാറ്റസ് റെക്ടം. എൽ ഈസ് ദി സെമി ലാറ്റസ് റെക്ടം ആൻഡ് എപ്സിലോൺ ഈസ് ദി എക്സെൻട്രിസിറ്റി. അപ്പോൾ ഇവിടെ ഈ എപ്സിലോണിൻ്റെ വാല്യൂ എങ്ങനെയാണ് എന്നതനുസരിച്ചിരിക്കും ആ കോണിക് എന്ന് പറയുന്നത് ഒരു എലിപ്സ് ആണോ, അല്ലെങ്കിൽ ഒരു സർക്കിളാണോ, ഒരു ഹൈപ്പർബോളയാണോ, ഒരു പരാബോളയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ പറയുക. സപ്പോസ് നമ്മുടെ ഈ എൽ ബൈ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എപ്സിലോൺ കോസ് തീറ്റ ഒരു കോണിക്കിൻ്റെ ജനറൽ പോളാർ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു. എപ്സിലോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഹൈപ്പർബോള ആയിരിക്കും. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഹൈപ്പർബോള. എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് പരാബോള ആയിരിക്കും. എപ്സിലോണിൻ്റെ വാല്യൂ 0യ്ക്കും 1നും ഇടയിലാണെങ്കിൽ, അതായത് 0 ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇത് എലിപ്സ് ആയിരിക്കും. ഇനി അതേസമയം എപ്സിലോൺ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് സർക്കിൾ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എക്സെൻട്രിസിറ്റിയെ ബേസ് ചെയ്ത് ഒരു കോണിക്കിൻ്റെ ഷേപ്പ് നമ്മൾ പറയുക. ഓക്കെ, എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 1 ഹൈപ്പർബോള, എപ്സിലോൺ ഈക്വൽ ടു 1 പരാബോള, 0 ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ 1 എലിപ്സ് ആൻഡ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു 0 സർക്കിൾ. ഇനി ഇവിടെ നമുക്കറിയാം എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയത് ഇറ്റ് ഈസ് എച്ച് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ജി എം ആണെന്നറിയാം. പക്ഷെ നമുക്കറിയാം എച്ച് എന്ന് പറയുന്നത് എന്താണ്? എൽ ബൈ എം ആണ്, വേർ എൽ ഇസ് ദി ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ എക്സെൻട്രിസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എക്സെൻട്രിസിറ്റി ആംഗുലാർ മൊമെൻറ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേമാണ്. സോ ഇൻ ടേംസ് എക്സെൻട്രിസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗുലാർ മൊമെൻറ്റം ഓർ ദി എനർജി ഓഫ് എ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഈ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചാണ് ഇവിടുത്തെ കോണിക്കിൻ്റെ ഷെയ്പ്പ് എന്താണെന്ന് പറയുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പ്ലാനറ്റ് ഏത് ഷെയ്പ്പിലുള്ള ഓർബിറ്റിൽ കൂടിയാണ് കറങ്ങുന്നത് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ എച്ച് സ്ക്വയർ ഒരു പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ ഈ എച്ച് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ജി എമ്മിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയിലാണെന്നാണ് കിട്ടുക. അതായത് ഓൾവേസ് 0 ലെസ് ദാൻ എച്ച് സ്ക്വയർ എ ബൈ ജി എം ലെസ് ദാൻ 1 എന്നാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ എച്ച് സ്ക്വയർ എ ബൈ ജി എമ്മിൻ്റെ വാല്യൂ 0യ്ക്കും 1നും ഇടയിലാണ് കിട്ടുന്നത് എന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? We can say that the path of planet around the sun is elliptical. Path of the planet around the sun is elliptical. Okay, ഇത് എലിപ്റ്റിക്കൽ ആണെന്ന് നമുക്ക് പറയാം. ഇത് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ നിവൃത്തിയില്ല. കാരണം അത് ഇനി ഫർദർ ഇത് നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് എ കോസ് തീറ്റയിൽ എ ആണ്. അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ ഓരോന്നിൻ്റെ കേസിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഓരോ മോഷൻ പറയുമ്പോഴും അത് ഡിഫറെൻ്റ് ആയിരിക്കും നമുക്കറിയാം. സോ ഇവിടെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ഏത് കേസ് എടുത്താലും പ്ലാനറ്ററി മോഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ എച്ച് സ്ക്വയർ എ ബൈ ജി എമ്മിൻ്റെ വാല്യൂ 0യ്ക്കും 1നും ഇടയിലായിട്ടാണ് നമുക്ക് കിട്ടുക. ഇവിടെ ജിയുടെ വാല്യൂ നമുക്കറിയാം. എന്താണ്
ജി എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ സൺ ആണ്, എച്ച് എന്ന് പറയുന്നത് L/m ആണ്. അത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം നമുക്ക് ആദ്യം അറിയണം. സോ ക്യാപിറ്റൽ എ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയും വാല്യൂസൊക്കെ നമ്മൾ ഏത് പ്ലാനറ്റ് എടുത്താലും ഈ h² A/gm എന്ന് പറയുന്നത് യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും 0യ്ക്കും 1നും ഇടയിലായിട്ടാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്ലാനറ്റിൻ്റെ പാത്ത് എന്ന് പറയുന്നത് എലിപ്റ്റിക്കലാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് പറയാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു എക്സെൻട്രിസിറ്റി h² A/gm ആണെന്ന് പറഞ്ഞു. അതിലെ h എന്ന് പറയുന്നത് L/m ആണ്. അതുകൊണ്ട് തന്നെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്ന ആംഗുലാർ മൊമെൻറ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എനർജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ടേമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ എക്സെൻട്രിസിറ്റിയെ നമുക്ക് എനർജിയുടെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നൗ we can express the eccentricity. Now we can express the eccentricity in term of the total energy of the system, in term of the total energy of the system which is in constant motion, അപ്പോൾ എക്സെൻട്രിസിറ്റിയെ എനർജിയുടെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം L/r = 1 + cos θ ആണെന്നറിയാം. ഓർ ഇതിനകത്ത് r എന്ന് പറയുന്നത് L/1 + cos θ ആണെന്നറിയാം. ഓക്കെ, r = L/1 + cos θ. അപ്പോൾ ഇവിടെ എപ്പോഴാണ് ആറിൻ്റെ വാല്യൂ മാക്സിമം ആവുക? ആറിൻ്റെ വാല്യൂ മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡിനോമിനേറ്റർ മിനിമം ആവണം. ഡിനോമിനേറ്റർ എപ്പോഴാണ് മിനിമം ആവുക? 1 + cos θ മിനിമം ആവുന്നത് എപ്പോഴാണെന്ന് നോക്കുക. 1 + cos θ മിനിമം ആവുന്നത് എപ്പോഴാണ്? cos θയുടെ വാല്യൂ മിനിമം ആവുമ്പോഴാണ്. 1 + cos θ മിനിമം ആവുന്നത് cos θയുടെ വാല്യൂ മിനിമം ആവുമ്പോഴാണ്. cos θയുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആണെന്ന് നമുക്കറിയാം. സോ cos θ -1 ആവുമ്പോൾ ഡിനോമിനേറ്റർ മിനിമം ആവും. ഡിനോമിനേറ്റർ മിനിമം ആവുമ്പം r എന്ന് പറയുന്നത് മാക്സിമം ആവും. സോ cos θയുടെ മിനിമം വാല്യൂ -1 ആണ്. സോ ആറിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് L/ when cos θ is -1 ഇതെന്താവും? 1 - എന്നാവും. ഇനി അതേസമയം ആറിൻ്റെ മിനിമം വാല്യൂ എന്തായിരിക്കും? 6 മിനിമം ആവണമെങ്കിൽ ഡിനോമിനേറ്റർ മാക്സിമം ആവണം. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 1 + cos θ ആണ്. അത് മാക്സിമം ആവുന്നത് cos θ മാക്സിമം ആവുമ്പോഴാണ്. cos θയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ +1 ആണ്. സോ cos θ +1 ആകുമ്പോൾ ഇതെന്ത് വരും? L/1 + എന്ന് വരും. സോ ദിസ് ഈസ് ദി മിനിമം വാല്യൂ ആൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് r. അങ്ങനെയാണെങ്കിൽ r max - r minimum ഞാൻ എടുക്കണം. വാട്ട് ഈസ് r max - r minimum? അതായത് L/1 - L/1 + സോ ഇതിനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഇറ്റ് ഈസ് 2L/1 - എന്ന് കിട്ടും. ഇനി ഇതുപോലെ ഞാൻ r max + r minimum എടുക്കണം. r max + r minimum ദാറ്റ് ഈസ് L/1 - L/1 + ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് 2L/1 - എന്ന് കിട്ടും. ഓക്കെ, 2L/1 - ഇനി ഇവിടെ ഇപ്പം നമുക്ക് r max - r minimum കിട്ടി, അതുപോലെ r max + r minimum കിട്ടി. ഞാൻ ഇതിൻ്റെ റേഷ്യോ എടുക്കുകയാണ്. അതായത് r max - r minimum / r max + r minimum എന്താണ്? ഒരു ആദ്യത്തേത് 2L/1 - ആയിരുന്നു. രണ്ടാമത്തേത് 2L/1 - ആയിരുന്നു. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയത് r max - r minimum / r max + r minimum = എന്ന് കിട്ടി. എന്താണ് ഈ പറഞ്ഞ r maxും r minimum? നമുക്കറിയാം ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും സൺ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ കൂടി എന്തുണ്ട്? പ്ലാനറ്റ് കറങ്ങുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്ലാനറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് കേസെങ്കിൽ നമുക്കറിയാം പ്ലാനറ്റ് ഈ പറഞ്ഞ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം അല്ല. ചില പോയിന്റുകളിൽ പ്ലാനറ്റ് സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ മറ്റ് ചില പോയിന്റുകളിൽ അത് കുറവാണ്.
ഓക്കെ, സോ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം ആവുന്നത് എപ്പോഴാണ്? പ്ലാനറ്റ് ഈ പോയിന്റിൽ എത്തുമ്പോഴാണ്. സോ ദിസ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ പ്ലാനറ്റ്. അതേസമയം പ്ലാനറ്റ് ഈ പൊസിഷനിലാണ് ഉള്ളതെങ്കിൽ ആൻഡ് ദിസ് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ പ്ലാനറ്റ്. അപ്പോൾ നമുക്ക് ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുമ്പോൾ ആ പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസും മിനിമം ഡിസ്റ്റൻസും നമുക്കറിയാമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ എക്സെൻട്രിസിറ്റി എന്താണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എക്സെൻട്രിസിറ്റി ഇൻ ടേംസ് ഓഫ് ദ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ഓഫ് ആർ ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എക്സെൻട്രിസിറ്റിയെ എനർജിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിങ്ങനെ ഒരു പ്ലാനറ്ററി മോഷൻ, ഓക്കെ, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിൽ സൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫോക്കസിലുണ്ട്, ഇതിന് ചുറ്റും പ്ലാനറ്റ് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഈ പറഞ്ഞ ഒരു വെക്ടറാണ് നമ്മൾ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇത് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുമ്പോൾ നമുക്ക് ഈ പ്ലാനറ്റിൻ്റെ പൊസിഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ സാധാരണ ഇതിനെ എക്സ് കോമ വൈ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എക്സ് വൈ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതേസമയം ഇത് ഒരു സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മളിതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ആർ തീറ്റ എന്ന് ഇൻ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മളിതിനെ ആർ തീറ്റ എന്ന് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം പ്ലാനറ്ററി മോഷൻ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ കേസാണ്. പക്ഷേ നമ്മളിതിനെ ഒരു പ്ലെയിനിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിനെ ഒരു 2 ഡയമെൻഷണൽ കേസായിട്ട് നമ്മളിവിടെ അസ്യൂം ചെയ്യണം. 3 ഡയമെൻഷണൽ ആണെങ്കിൽ അവിടെ ആറും തീറ്റയും അതുപോലെ തന്നെ ഫൈ എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ കൂടി വരും. ഇത് നമ്മളൊരു 2 ഡയമെൻഷണൽ കേസിൽ കൺസിഡർ ചെയ്യുകയാണ്. ഒരു പ്ലെയിനിൽ നമ്മൾ ഈ മോഷനെ നമ്മളൊരു പ്ലെയിനിൽ അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ എക്സ് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന വേരിയബിളിന് പകരം നമുക്കിവിടെ ആറ് അതുപോലെ തന്നെ തീറ്റ എന്ന് പറയുന്ന വേരിയബിളായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നും പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ അതുപോലെ തന്നെ വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ്. ഓക്കെ, ഇനി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലായിരുന്നുവെങ്കിൽ ഈ പ്ലാനറ്റിൻ്റെ ഇപ്പോഴുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം പ്ലാനറ്റിൻ്റെ പൊസിഷൻ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സും വൈയും ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കമ്പോണൻസ് എന്തൊക്കെയായിരിക്കും? dx/dt അതുപോലെ തന്നെ dy/dt ആയിരിക്കും ഇതിൻ്റെ എക്സ് ആൻഡ് വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ്. dx/dt എന്ന് പറഞ്ഞാൽ അത് എക്സ് ഡോട്ടാണ്, dy/dt എന്ന് പറഞ്ഞാൽ വൈ ഡോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലാനറ്റിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ ആണെന്ന് പറയുന്നത്. ദിസ് വിൽ ബി ദ കൈനറ്റിക് എനർജി ഓഫ് ദിസ് പ്ലാനറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും കൈനറ്റിക് എനർജി? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴുള്ള പ്ലാനറ്റിൻ്റെ കൈനറ്റിക് എനർജിയാണ് ഹാഫ് എം ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞു. അപ്പോൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മളിതിനെ എങ്ങനെ നമ്മൾ എഴുതും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൺവേർഷൻ അറിയാം, എക്സ് ആർ കോസ് തീറ്റയാണ്, വൈ ആർ സൈൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും dx/dt? dx/dt എന്ന് പറഞ്ഞാൽ ആറും തീറ്റയുണ്ട്. നിങ്ങളിവിടെ ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം പ്ലാനറ്റ് കറങ്ങുന്നതനുസരിച്ച് ആറും മാറും അതുപോലെ തന്നെ തീറ്റയും മാറുന്നുണ്ട്. ആറും ചേഞ്ച് ചെയ്യുന്നുണ്ട്, തീറ്റയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ dx/dt എടുക്കുമ്പോൾ ടൈമിനനുസരിച്ച് ആറും ചേഞ്ച് ചെയ്യുന്നു അതുപോലെ തന്നെ തീറ്റയും ചേഞ്ച് ചെയ്യുന്നു. സോ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ആദ്യം ഞാൻ കോസ് തീറ്റ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് മൈനസ് ഓക്കെ, ഇവിടെ ആർ ഇൻറ്റു കോസ് തീറ്റ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ. സോ മൈനസ് ആർ സൈൻ തീറ്റ തീർന്നിട്ടില്ല, വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് വരും. സോ മൈനസ് ആർ സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി പ്ലസ് കോസ് തീറ്റ ഇൻറ്റു എന്ത് വരും? ഡി ആർ ബൈ ഡി ടി എന്ന് വരും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ആർ സൈൻ തീറ്റ. എന്താണ് ഡി തീറ്റ ബൈ ഡി ടി? നമ്മളതിനെ സിമ്പിളായിട്ട് നമുക്ക് തീറ്റ ഡോട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. പ്ലസ് ദിസ് ഈസ് കോസ് തീറ്റ ഇൻറ്റു ആർ ഡോട്ടാണ്. ഓക്കെ,
ഇതുപോലെ എന്ത് വരും, dy/dt. നമുക്കറിയാം y = r sin തീറ്റയാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ r ഇൻറ്റു സൈൻ തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ, വീണ്ടും തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, dθ/dt, ദാറ്റ് ഈസ് തീറ്റ ഡോട്ട് പ്ലസ് എന്ത് വരും ഇവിടെ, സൈൻ തീറ്റ ഇൻറ്റു dr/dt ഈസ് r ഡോട്ട്. അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്, dx/dt എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ എക്സ് ഡോട്ടാണ്. എക്സ് ഡോട്ട് ഈസ് മൈനസ് r സൈൻ തീറ്റ തീറ്റ ഡോട്ട് പ്ലസ് കോസ് തീറ്റ r ഡോട്ട് എന്നും, ഇവിടെ y ഡോട്ട് എന്ന് പറയുന്നത് r കോസ് തീറ്റ തീറ്റ ഡോട്ട് പ്ലസ് സൈൻ തീറ്റ r ഡോട്ട് എന്നുമാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, എക്സ് ഡോട്ട് സ്ക്വയർ. നമുക്കിതിനെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു a+b² എന്ന് പറയുന്ന രീതി വരും. സോ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം r² മൈനസ് പ്ലസ് ആവും, r² തീറ്റ ഡോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് r ഡോട്ട് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2ab, ദാറ്റ് ഈസ് ഇത് മൈനസ് 2r r ഡോട്ട് തീറ്റ ഡോട്ട് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരും. ഇനി ഇതുപോലെ y ഡോട്ട് സ്ക്വയർ എടുക്കുമ്പോൾ ഫസ്റ്റ് ടേം r² തീറ്റ ഡോട്ട് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് r ഡോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2ab, 2r r ഡോട്ട് തീറ്റ ഡോട്ട് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ ഇതാണ് എക്സ് ഡോട്ട് സ്ക്വയർ വൈ ഡോട്ട് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും, ഇതിനെ സം ചെയ്യുമ്പോൾ ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആയി പോകും. കാരണം ഒന്ന് മൈനസ് ടേമും ഒന്ന് പ്ലസ് ടേമുമാണ്. ഇനി r² തീറ്റ ഡോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് r² തീറ്റ ഡോട്ട് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എടുക്കുമ്പോൾ അത് r² തീറ്റ ഡോട്ട് സ്ക്വയർ, കാരണം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 വരും. നൗ പ്ലസ് സെക്കൻഡ് ടേം ഈസ് r ഡോട്ട് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് r ഡോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ അത് ഇവിടെ എന്ത് വരും, r ഡോട്ട് സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് കിട്ടിയത്, എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ നമുക്ക് കിട്ടിയത് r ഡോട്ട് സ്ക്വയർ പ്ലസ് r² തീറ്റ ഡോട്ട് സ്ക്വയർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് m ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ആൻഡ് ദിസ് വിൽ ബി ഹാഫ് m ഇൻറ്റു r ഡോട്ട് സ്ക്വയർ പ്ലസ് r² തീറ്റ ഡോട്ട് സ്ക്വയർ ആണ്. ഇതിനെ നമുക്ക് രണ്ട് ടേമാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഹാഫ് m r ഡോട്ട് സ്ക്വയർ പ്ലസ് സെക്കൻഡ് വൺ ഈസ് ഹാഫ് m r² തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് m r ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് m r² ഇൻറ്റു എന്താണ് തീറ്റ ഡോട്ട് ഒമേഗയാണ്. സോ ദിസ് ഈസ് ഹാഫ് m r² ഒമേഗ സ്ക്വയർ. ഇനി ഇവിടെ നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റം L എന്ന് പറയുന്നത് i ഒമേഗ, ദാറ്റ് ഈസ് mr² ഒമേഗയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും L സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് m² r⁴ ഒമേഗ സ്ക്വയർ എന്ന് പറയാം. ഓർ L² ഡിവൈഡഡ് ബൈ 2m r² ഞാൻ എടുക്കുകയാണെങ്കിൽ this will be m² r⁴ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m r² ആണ്. ഓർ ദിസ് ഈസ് 1/2 m r² ഒമേഗ സ്ക്വയർ എന്ന് പറയാം. സോ ഹാഫ് m r² ഒമേഗ സ്ക്വയറിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ഇൻ ടേംസ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം നമുക്കതിന് L²/2m r² എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് m r ഡോട്ട് സ്ക്വയർ പ്ലസ് ഈ സെക്കൻഡ് ടേമായ ഹാഫ് m r² ഒമേഗ സ്ക്വയറിന് പകരം നമുക്ക് L² ഡിവൈഡഡ് ബൈ 2m r² എന്ന് കൊടുക്കാം, വേർ L ഇസ് ദി ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ ആ പ്ലാനറ്റിന് പൊസസ് ചെയ്യുന്ന ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് എക്സ്പ്രഷനാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത്, ഹാഫ് m r ഡോട്ട് സ്ക്വയർ പ്ലസ് L²/2m r² എന്ന് പറഞ്ഞു. ഇതിൽ ഈ പാർട്ട് എന്ന് പറയുന്നത് ദിസ് ഈസ് കോൾഡ് ദ റേഡിയൽ കൈനറ്റിക് എനർജി. ദിസ് ഈസ് ദ റേഡിയൽ കൈനറ്റിക് എനർജി ആൻഡ് ദിസ് ഈസ് ദ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ രണ്ട് പാർട്ടാണ്. ഒന്ന് അതിൻ്റെ റേഡിയൽ പാർട്ട്, അതായത് ആറിന് ഉള്ള ചേഞ്ച് കൊണ്ട് വരുന്ന പാർട്ട്, മറ്റേത് തീറ്റയുടെ ചേഞ്ച് കൊണ്ട് വരുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ദ റേഡിയൽ കൈനറ്റിക് എനർജി, സെക്കൻഡ് വൺ ഈസ് ദി റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ഈ പ്ലാനറ്റിൻ്റെ ടോട്ടൽ എനർജി എന്തായിരിക്കും. ഓക്കെ, സോ സിൻസ് ദ പ്ലാനറ്റ് ഈസ് മൂവിങ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് of a conservative force field, ഒരു സെൻട്രൽ ഫോഴ്സ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്
ദ ടോട്ടൽ എനർജി ഓഫ് ദ പ്ലാനറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതിൻ്റെ ടോട്ടൽ എനർജി എങ്ങനെയായിരിക്കും? ടോട്ടൽ എനർജി ഓഫ് ദി പ്ലാനറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ടോട്ടൽ എനർജി ഓഫ് ദി പ്ലാനറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ ഈ പ്ലാനറ്റിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജി നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ. റേഡിയൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആർ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. പ്ലസ് ഇതിൻ്റെ കൂടെ എന്തും വരും? ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. ആൻഡ് ദിസ് ഇസ് ദ ടോട്ടൽ എനർജി ആൻഡ് ദിസ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഇനി നമുക്കറിയാം ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അതായത് സണ്ണും അതുപോലെ തന്നെ ആ പ്ലാനറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഇസ് -GMM ഡിവൈഡഡ് ബൈ R ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദി റേഡിയൽ കൈനറ്റിക് എനർജി, ദിസ് ഇസ് ദി റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആൻഡ് ദിസ് ഇസ് ദി പൊട്ടൻഷ്യൽ എനർജി. സോ ദിസ് വിൽ ബി ദ ടോട്ടൽ എനർജി ആൻഡ് ദാറ്റ് ടോട്ടൽ എനർജി വിൽ ബി എ കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഒരു ടേമാണ് ടേണിംഗ് പോയിൻറ്റ്സ്. ഓക്കെ, എന്താണ് ടേണിംഗ് പോയിൻറ്റ്സ്? ഇതുകൂടി അറിഞ്ഞാൽ നമുക്ക് ഇനി മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സോ നമ്മളിവിടെ പറഞ്ഞു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സണ്ണുണ്ട്, ഇതിന് പ്ലാനറ്റ് ഉണ്ട്. അപ്പോൾ ഈ പ്ലാനറ്റ് ഇതിൽ കറങ്ങുന്നു. അപ്പോൾ നമ്മൾ ഈ രണ്ട് പോയിൻറ്റുകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. ഈ രണ്ട് പോയിൻറ്റുകളെന്ന് പറയുന്നത് ഒന്ന് 6 മിനിമം ആവുന്നതും അതുപോലെ തന്നെ മറ്റത് 6 മാക്സിമം ആവുന്ന പോയിൻറ്റുകളാണ്. ഈ പോയിൻറ്റുകളെയാണ് നമ്മൾ ടേണിംഗ് പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ടേണിംഗ് പോയിൻ്റ് എന്ന് വിളിക്കാൻ കാരണം പ്ലാനറ്റ് അത്രയും നേരം മൂവ് ചെയ്തിരുന്ന ഡയറക്ഷൻ തന്നെ ചേഞ്ച് ചെയ്യുകയാണ് ഈ പോയിൻറ്റിൽ. അതായത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്ന പ്ലാനറ്റ് സഡൻലി അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ആ പോയിൻറ്റുകളെയാണ് നമ്മൾ ടേണിംഗ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. സോ 6 മിനിമം ആവുകയും 6 മാക്സിമം ആവുകയും ചെയ്യുന്ന പോയിൻറ്റുകളെ നമുക്ക് ടേണിംഗ് പോയിൻറ്റ്സ് എന്ന് വിളിക്കാം. സോ അതായത് അറ്റ് ടേണിംഗ് പോയിൻറ്റ്സ് R ഈസ് ഐദർ മാക്സിമം ഓർ മിനിമം. R ഈസ് ഐദർ മാക്സിമം ഓർ മിനിമം. അപ്പോൾ R മാക്സിമം അല്ലെങ്കിൽ മിനിമം ആണെങ്കിൽ നമുക്ക് മാക്സിമ മിനിമയുടെ കണ്ടീഷൻ അറിയാം. എന്താണ്? അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അതായത് അറ്റ് മാക്സിമ ഓർ മിനിമ എന്ത് വരും? dr/dt. അതായത് dr/dt എന്ന് പറഞ്ഞാൽ R ഡോട്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0 ആയിരിക്കും. സോ ടേണിംഗ് പോയിൻറ്റ്സിൽ R ഡോട്ടിൻ്റെ വാല്യൂ 0 ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ്? E ഈസ് ഈക്വൽ ടു ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആർ സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് -GMM ഡിവൈഡഡ് ബൈ R ആണ്. സോ -GMM ഡിവൈഡഡ് ബൈ R ദിസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു ടേണിംഗ് പോയിൻറ്റ്സ്. എന്താണ് ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു? ടേണിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് R മാക്സ് ആണ് അല്ലെങ്കിൽ അത് R മിനിമം ആണ്. ഈ രണ്ട് പോയിൻറ്റുകളുടെ കേസിലും R ഡോട്ട് ഇപ്പോൾ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്തു? 0 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അറ്റ് ടേണിംഗ് പോയിൻറ്റ്സ് മുകളിലത്തെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? ടേണിംഗ് പോയിൻറ്റ്സിൽ R ഡോട്ട് 0 ആണ്. അതായത് ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ അപ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ടേണിംഗ് പോയിൻറ്റ്സിൽ ഈ എക്സ്പ്രഷൻ എന്താവും? എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു 1/r സ്ക്വയർ ഓർ എൽ സ്ക്വയർ ബൈ ടേണിംഗ് പോയിൻറ്റ്സ് പറഞ്ഞാൽ ഒന്നെങ്കിൽ R മാക്സിമം ആവണം അല്ലെങ്കിൽ R മിനിമം ആവണമെന്നാണ് പറഞ്ഞത്. സോ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m R മാക്സ് സ്ക്വയർ -GMM ഡിവൈഡഡ് ബൈ R മാക്സ്. ഇതാണ് R മാക്സിലുള്ള എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ R മിനിമത്തിലുള്ള എനർജിയുടെ എക്സ്പ്രഷൻ എന്ത് വരും? എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m R മിനിമം സ്ക്വയർ -GMM ഡിവൈഡഡ് ബൈ R മിനിമം ആണ്. പക്ഷേ നമുക്ക് നേരത്തെ എഴുതിയിട്ടുണ്ട് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് വിൽ ബി എ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ദിസ് വിൽ ബി ഈക്വൽ ആണെന്ന് പറയാം. സോ ടേണിംഗ് പോയിൻറ്റ്സിലുള്ള ഈ എക്സ്പ്രഷൻസ് രണ്ടും എന്താണ്? അല്ലെങ്കിൽ ടേണിംഗ് പോയിൻറ്റ്സിലുള്ള എനർജി എന്ന് പറയുന്നത് എനർജിയുടെ എക്സ്പ്രഷനാണ് എഴുതിയിരിക്കുന്നത്. അതെപ്പോഴും എങ്ങനെയായിരിക്കും? സെയിം ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക എന്താണ് ടേണിംഗ് പോയിൻറ്റ്?
ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ആർ മാക്സ് അല്ലെങ്കിൽ ആർ മിനിമത്തെ നമ്മൾ വിളിക്കുന്ന പോയിൻ്റാണ് ടേണിംഗ് പോയിൻ്റ്. ആ ടേണിംഗ് പോയിൻറ്റിൽ ആർ ഡോട്ട് എന്താണെന്ന് നമുക്ക് കിട്ടി, 0 ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ആ പോയിൻറ്റുകളിലുള്ള റേഡിയൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും, 0 ആണെന്ന് കിട്ടി. അവിടെ ആകെ ഉള്ളത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി മാത്രമായിരിക്കും. അപ്പോൾ ആ സമയത്തുള്ള ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷനാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ അവിടെ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. സോ ആർ മാക്സിലും ആർ മിനിമത്തിലുമുള്ള എനർജി എന്ന് പറയുന്നത് സെയിം ആണ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അപ്പം നമ്മൾ ഇനി എഴുതുന്നത് ടേണിംഗ് പോയിൻറ്റിലുള്ള കാര്യത്തെപ്പറ്റി മാത്രമാണ്. അപ്പോൾ ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒന്നുകിൽ ആർ മാക്സിമം ആണ് അല്ലെങ്കിൽ ആർ മിനിമം ആണ്. അപ്പോൾ ജനറലി ഞാൻ അതിനെ ആർ എന്ന് മാത്രം എഴുതുന്നു. അത് മേ ബി മാക്സിമം ആവാം അല്ലെങ്കിൽ മിനിമം ആവാം. സോ നമുക്കിങ്ങനെ എഴുതാം, എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആർ സ്ക്വയർ. സോ എൽ സ്ക്വയർ ബൈ 2m ഇൻറ്റു 1/r സ്ക്വയർ മൈനസ് ദിസ് GMM ഇൻറ്റു 1/r മൈനസ് ഇ. ഓക്കെ, അതായത് ഈ എക്സ്പ്രഷനിൽ ഈ ടേം 0 ആയിപ്പോയി, ബാക്കിയുള്ള 2 ടേമാണ് ഞാൻ എഴുതിയത്. ഇയെ കൂടി ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. സോ ദിസ് വിൽ ബി എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇനി എനിക്ക് ഇതിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമാണ്. അപ്പോൾ ഞാൻ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ആർ എന്താണെന്ന് കിട്ടും. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഈ എക്സ്പ്രഷനെ ത്രൂ ഔട്ട് ഒരു 2m/l സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സ്പ്രഷൻ 1/r സ്ക്വയർ മൈനസ് 2gmm സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഇൻറ്റു 1/r മൈനസ് 2me ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ സോ നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ്, 1/r സ്ക്വയർ, അതായത് 1/r ഹോൾ സ്ക്വയർ മൈനസ് 2gmm സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഇൻറ്റു 1/r മൈനസ് 2me ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. നമുക്കറിയാം ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ 1/r ആണ്. ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ 1/r. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/r എന്താണെന്ന് കിട്ടും. അപ്പോൾ ഈ 1/r എന്ന് പറഞ്ഞാൽ എന്ത് വരും, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഒരു ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ x എന്ന് പറയുന്നത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമുക്കറിയാം a എന്ന് പറയുന്നത് 1 ആണ്, b എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈനസ് 2gmm സ്ക്വയർ ബൈ എൽ സ്ക്വയർ ആണ്, സി എന്ന് പറയുന്നത് മൈനസ് 2me ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എയും ബിയും സിയും അറിയാം. സോ ദിസ് ഈസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ്, സോ മൈനസ് ബി എടുക്കുമ്പോൾ ഇത് മൈനസ് ഓഫ്, സോ ദിസ് ഈസ് 2gmm സ്ക്വയർ ബൈ എൽ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് അതിൻ്റെ സ്ക്വയർ എടുക്കുക, ദറ്റ് ഈസ് 2gmm സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4ac ആണ്. 4 ഇൻറ്റു എ 1 ആണ്, സിയും കൂടെ വരുമ്പം ബി സ്ക്വയർ മൈനസ് 4ac. ഓക്കെ, സോ ദിസ് ഈസ് 4 ഇൻറ്റു 2me ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഇപ്പോൾ 1/rൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് 2 ടേം ഉണ്ട് ഇവിടെ, കാരണം ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് ഉണ്ട്. ഇതിനനുസരിച്ച് നമുക്കിതിനെ 2 ടേം ആക്കി സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാം. ഒന്ന് 1/r1, മറ്റൊന്ന് 1/r2. 1/r1 എന്ന് പറയുന്നത് ദിസ് 2gmm സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് ദിസ് സ്ക്വയർ റൂട്ട് ഓഫ് 2gmm സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് ദിസ് 4 ഇൻറ്റു 2me ബൈ എൽ സ്ക്വയർ ദിസ് ഡിവൈഡഡ് ബൈ 2 എന്നും, അടുത്തത് 2gmm സ്ക്വയർ ബൈ എൽ സ്ക്വയർ മൈനസ്
സ്ക്വയർ റൂട്ട് ഓഫ് 2gm m സ്ക്വയർ ബൈ എൽ സ്ക്വയർ ദിസ് ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2me ബൈ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഈ എക്സ്പ്രഷനുകളിൽ ഞാനിവിടെ ഇതിനകത്ത് ഈ സ്ക്വയർ റൂട്ടിനകത്തുനിന്ന് എനിക്കൊരു 4നെ പുറത്തേക്ക് എടുക്കാം. സ്ക്വയർ റൂട്ടിനകത്ത് 4നെ പുറത്തേക്ക് എടുത്തത് പുറത്ത് 2 ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്, ഇതിൻ്റെ പുറത്ത് വരുന്ന ഒരു 2 ഇവിടെ വരും, ഇതിൻ്റെ താഴെ ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ക്യാൻസലാക്കി കളയാം. അങ്ങനെ ക്യാൻസലാക്കി കളഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ 1/r1 എന്ന് പറയുന്നത് gm m സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ടാണ്. ആ സ്ക്വയർ റൂട്ടിന് ഞാൻ റൈസ് ടു 1/2 എന്ന് എഴുതാം. സോ ദിസ് ഈസ് gm m സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2me ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 എന്നും 1/r2 എന്ന് പറയുന്നത് gm m സ്ക്വയർ ബൈ എൽ സ്ക്വയർ മൈനസ് ദിസ് ഇസ് gm m സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2me ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 എന്നുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് ഈ ആർ മാക്സ് എന്ന് പറയുന്നത് എൽ ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോണും ആർ മിനിമം എന്ന് പറയുന്നത് എൽ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എപ്സിലോണും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ R1 R2 എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പ്രഷനിലേക്ക് എത്തിയത്? നമ്മൾ നേരത്തെ എഴുതി അറ്റ് ടേണിംഗ് പോയിൻറ്റ്സ് ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാക്കിയതും ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തതും. അപ്പോൾ നമ്മളിത് ടേണിംഗ് പോയിൻറ്റിലെ കേസുകൾ മാത്രമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ R1 R2 എന്ന് പറയുന്നത് എന്താണ്? ടേണിംഗ് പോയിൻറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ അതിലൊന്ന് ആർ മാക്സിമം ആണ്, മറ്റൊന്ന് എന്താണ്? ആർ മിനിമം ആണ്. അപ്പോൾ നമുക്ക് ആർ മാക്സിമത്തിൻ്റെ എക്സ്പ്രഷനും ആർ മിനിമത്തിൻ്റെ എക്സ്പ്രഷനും നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ 1/r1 അല്ലെങ്കിൽ 1/r2 R1 ആണോ R2 ആണോ ഈ പറഞ്ഞ ആർ മാക്സിമം, അതുപോലെ തന്നെ ആർ മിനിമം എന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 1/r1 എക്സ്പ്രഷൻ നോക്കുക. 1/r1 എക്സ്പ്രഷനിൽ gm m സ്ക്വയർ ബൈ എൽ സ്ക്വയർ കഴിഞ്ഞ് പ്ലസ് ആണ്. 1/r2 എന്ന് പറയുന്നത് gm m സ്ക്വയർ ബൈ എൽ സ്ക്വയർ കഴിഞ്ഞ് മൈനസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 1/r1 ആണ് 1/r2 കൂടുതൽ. സോ 1/r1 കൂടുതലാണെന്ന് പറഞ്ഞാൽ R1 മിനിമം ആണെന്നാണ് അതിൻ്റെ അർത്ഥം. R1 മിനിമം ആണെന്നാണ് അതിൻ്റെ അർത്ഥം. സോ R1 മിനിമം ആണെന്ന് പറഞ്ഞാൽ മീൻസ് 1/r1 മാക്സിമം ആണ്. ഓക്കെ, സോ R1 എന്ന് പറയുന്നത് നമ്മൾ മിനിമത്തിൻ്റെ കേസിലുള്ള എക്സ്പ്രഷനാണെന്ന് നമുക്കറിയാം. സോ ദിസ് ഈസ് ദി മിനിമം എക്സ്പ്രഷൻ ആൻഡ് ദിസ് ഈസ് ദി മാക്സിമ എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/r1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇത് 1/r മിനിമം എന്ന് കൊടുക്കാം. അപ്പോൾ 1/r മിനിമം എന്ന് പറയുമ്പോൾ ആർ മിനിമം L/1 പ്ലസ് എപ്സിലോൺ ആണെന്ന് കിട്ടി. സോ 1/r മിനിമം എന്തായിരിക്കും? അതിനെ എനിക്ക് 1 പ്ലസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം. സോ ദിസ് 1 പ്ലസ് എപ്സിലോൺ ബൈ എൽ ഈസ് ഈക്വൽ ടു 1/r മിനിമം ആണ്. ആൻഡ് ദാറ്റ് ഈസ് gm m സ്ക്വയർ ബൈ എൽ സ്ക്വയർ പ്ലസ് gm m സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2me ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 എന്ന് വരും. ഓക്കെ, സോ എനിക്ക് ഇത് ഞാൻ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചെയ്താൽ മതി. കാരണം നമുക്ക് ഫൈനലി വേണ്ടത് എക്സെൻട്രിസിറ്റിയും ആംഗുലാർ മൊമെൻറ്റം അല്ലെങ്കിൽ എനർജിയും തമ്മിലുള്ള ഒരു ഡിപ്പെൻഡൻസ്, ഒരു റിലേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇതെടുത്തിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ 1 മൈനസ് എപ്സിലോൺ ബൈ എൽ ഈസ് ഈക്വൽ ടു 1/r മാക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ എക്സ്പ്രഷൻ എടുത്തിട്ട് ചെയ്യാം. സോ ഞാൻ ഈ ഒരു എക്സ്പ്രഷൻ മാത്രം എടുത്തിട്ട് ഞാനിത് സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിലെ ലോജിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് 1/r1 1/r2 കിട്ടിയത്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എടുത്ത അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ടേണിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നതാണ്. ടേണിംഗ് പോയിൻറ്റ്സ് ആണ് R1 R2 എന്ന് പറയുന്നത്. ടേണിംഗ് പോയിൻറ്റ്സിൽ ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് എത്തിയത്. അപ്പോൾ R1 R2 എന്ന് പറയുന്ന ടേണിംഗ് പോയിൻറ്റ്സ് ആണെന്നറിയാം. അത് ഏത് ടേണിംഗ് പോയിൻ്റ് ആണെന്ന് നമുക്ക് അറിയേണ്ടതുള്ളൂ. അത് മാക്സിമം ടേണിംഗ് പോയിൻ്റ് ആണോ അതോ മിനിമയാണോ, അല്ലെങ്കിൽ ആർ മാക്സ് ആണോ ആർ മിനിമയാണോ എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാനുള്ളതാണ് പറഞ്ഞത്. ഈ നടുക്കത്തേത് പ്ലസ്, അതുപോലെ തന്നെ ഒരെണ്ണം മൈനസ് ആണ്. അപ്പോൾ ഈ പ്ലസ് വരുന്ന എക്സ്പ്രഷൻ ആയിരിക്കും ഗ്രേറ്റർ. സോ 1/r1 ആയിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുക. 1/r1 കൂടുക എന്ന് പറഞ്ഞാൽ R1 കുറയുക, R1 മിനിമം ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഒരെണ്ണം മാക്സിമം ആയിട്ടും മറ്റേത് നമ്മൾ മിനിമം ആയിട്ടും രീതിയിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ
ഇവിടെ നമുക്കിപ്പോൾ 1+ε/L ഈസ് ഈക്വൽ ടു 1/r മിനിമ, അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് 1+ε/L എന്താണ്? നമ്മൾ നേരത്തെ അറിയാം, L എന്ന് പറയുന്നത് h²/gm ആണ്, സെമി ലാറ്റസ് റെക്ടം. സോ 1+ε/h²/gm ഈസ് ഈക്വൽ ടു gmm²/L² പ്ലസ് gmm²/L² ഹോൾ സ്ക്വയർ പ്ലസ് ദിസ് 2me/L² ഹോൾ റൈസ് ടു 1/2 എന്ന് വരും. ഓക്കെ, നൗ അപ്പോൾ ഇതിന് നമുക്ക് എക്സ്പ്രഷനെ 1+ε/h²/gm ആണ്, ദാറ്റ് ഈസ് gm/h² ഇൻറ്റു 1+ε ഈസ് ഈക്വൽ ടു gmm²/L² പ്ലസ് gmm²/L² ഹോൾ സ്ക്വയർ പ്ലസ് ദിസ് 2me/L² ഹോൾ റൈസ് ടു 1/2. ഇനി h² എന്താണ്? h എന്ന് പറയുന്നത് L/m ആണ് നമുക്കറിയാം. സോ h² ഈസ് L²/m². അപ്പോൾ ഇതും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഇതെന്ത് വരും? gmm²/L² ഇൻറ്റു 1+ε ഈസ് ഈക്വൽ ടു gmm²/L² പ്ലസ് ദിസ് ഈസ് gmm²/L² ഹോൾ സ്ക്വയർ പ്ലസ് ദിസ് 2me/L² ഹോൾ റൈസ് ടു 1/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഞാൻ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് gmm²/L². ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന gmm²/L² കൂടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുന്നു. അപ്പോൾ ഇത് 1+ε മൈനസ് 1 എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് gmm²/L² ഹോൾ സ്ക്വയർ പ്ലസ് 2me/L² ഹോൾ റൈസ് ടു 1/2 എന്ന് വരും. സോ ദിസ് ഈസ് gmm²/L² ഇൻറ്റു എപ്സിലൺ. ഓക്കെ, ഈസ് ഈക്വൽ ടു gmm²/L² ഹോൾ സ്ക്വയർ പ്ലസ് 2me/L² ഹോൾ റൈസ് ടു 1/2. ഞാനിത് പല സ്റ്റെപ്പുകളായിട്ട് എഴുതുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിതൊരു സിംഗിൾ സ്റ്റെപ്പിൽ നിങ്ങൾക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, ഡയറക്റ്റ് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഓരോ സ്റ്റെപ്പ് മനസ്സിലാവാനാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നത്. ഇനി ഇവിടെ നിന്ന് സോ ഇത് ഈക്വൽ അല്ല, സിംപ്ലൈസ്. ഓക്കെ, ഹിയർ ദിസ് ഇംപ്ലൈസ് എന്താണ് എപ്സിലോൺ? എപ്സിലോൺ എന്ന് പറയുന്നത് L² / ഇൻറ്റു ദിസ് gmm²/L² ഹോൾ സ്ക്വയർ പ്ലസ് 2me/L² ഹോൾ റൈസ് ടു 1/2 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനിനി ചെയ്യാൻ പോകുന്നത് ഈ L²/gmm² ഞാൻ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് എന്തായിട്ടാണ് പോവുക? സ്ക്വയർ ആയിട്ടാണ് പോവുക. ഓക്കെ, സോ ദിസ് ഈസ് L² / ഹോൾ സ്ക്വയർ ഇൻറ്റു gmm²/L² ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത ടേമിലേക്കും കൂടി അത് വരുമ്പം L²/gmm² ഹോൾ സ്ക്വയർ ഇൻറ്റു 2me/L² ഹോൾ റൈസ് ടു 1/2 എന്ന് വരും. അതായത് പുറത്ത് കിടന്ന L²/gmm² നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ രണ്ട് ടേമുകൾ ക്യാൻസൽ ആവും. സോ ഫസ്റ്റ് ടേം 1 ആവും. ഓക്കെ, സോ നമുക്ക് കിട്ടുക ദിസ് എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. എന്താണ് സെക്കൻഡ് ടേം? L²/gmm² ഹോൾ സ്ക്വയർ ഇൻറ്റു 2me/L². ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാം. കാരണം ഇവിടുന്ന് ഒരു L² ക്യാൻസൽ ചെയ്ത് കളയാം, ഒരു ക്യാൻസൽ ചെയ്ത് കളയാനുണ്ട്. സോ ഫൈനലി ആ സെക്കൻഡ് ടേമിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്കവിടെ കിട്ടുക ഇറ്റ് ഈസ് 2L² / G² M² സ്മോൾ m³ എന്നാണ് കിട്ടുക. ദിസ് ഹോൾ റൈസ് ടു 1/2 എന്ന് വരും. സോ ദിസ് ഈസ് ദി എക്സെൻട്രിസിറ്റി. ഇതാണ് നമുക്കിവിടെ എക്സെൻട്രിസിറ്റിയുടെ എക്സ്പ്രഷൻ കിട്ടുക. ഇനി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എപ്സിലോൺ സ്ക്വയർ? എപ്സിലോൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 + 2L² G² M² ആണ്. ഓർ ഇതിനകത്ത് എനിക്ക് 2L² G² M² എന്ന് പറയുന്നത് ദിസ് ഈസ് മൈനസ് ഓഫ് 1 - എപ്സിലോൺ സ്ക്വയർ ആണെന്ന് പറയാം. ഓർ ഇതിനകത്ത് എനിക്ക് എനർജിയുടെ എക്സ്പ്രഷൻ ഇതിലേക്ക് എത്താനാണ് നമ്മൾ ഇത്രയും ചെയ്തത്. E ഈസ് ഈക്വൽ ടു -G² M² M³
ഡിവൈഡഡ് ബൈ 2L² ഇൻറ്റു 1 - എപ്സിലോൺ സ്ക്വയർ ആണെന്ന് പറയാം. ഇതാണ് എനർജി, ടോട്ടൽ എനർജി ഇൻ ടേംസ് ഓഫ് ദി എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ എനർജി ഇൻ ടേംസ് ഓഫ് എക്സെൻട്രിസിറ്റി. സോ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ആണ് എനർജി E ഈസ് ഈക്വൽ ടു -G² m² ഡിവൈഡഡ് ബൈ 2L² ഇൻറ്റു 1 - എപ്സിലോൺ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കിയറിയാം, സപ്പോസ് നമ്മൾ എപ്സിലോണിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് എന്ന് വിചാരിക്കുക. ഈഫ് എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ 1, എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1 - എപ്സിലോൺ സ്ക്വയറിന് എന്ത് സംഭവിക്കും? എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1 - എപ്സിലോൺ സ്ക്വയർ എന്ന് പറയുന്നത് ദിസ് വിൽ ബി ലെസ് ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 - എപ്സിലോൺ സ്ക്വയർ നെഗറ്റീവ് ആവും. 1 - എപ്സിലോൺ സ്ക്വയർ നെഗറ്റീവ് ആയാൽ E പോസിറ്റീവ് ആവും, ദാറ്റ് ഈസ് E ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഈ കേസാണ് നമ്മൾ പറഞ്ഞത് ഹൈപ്പർബോള എന്ന് പറയുന്നത്. അതായത് ഒരു ഹൈപ്പർബോളയാണ് നമ്മുടെ അവിടെ ഉണ്ടാവുന്ന ഓർബിറ്റിൻ്റെ ഷേപ്പ് ഹൈപ്പർബോളയാണെങ്കിൽ എനർജിയുടെ വാല്യൂ എങ്ങനെയാണ്? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്നാണ് പറയുക. ഇനി സപ്പോസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്കിവിടെ എനർജി എന്താണെന്ന് കിട്ടും? 0 ആണെന്ന് കിട്ടും. ഈ കേസാണ് എന്ത്? പരാബോള എന്ന് പറയുന്നത്. അതേസമയം 0 ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ 1, ഈ കേസിൽ എപ്പോഴും എന്തായിരിക്കും? എപ്സിലോണിൻ്റെ വാല്യൂ 0യ്ക്കും 1നും ഇടയിലാണെങ്കിൽ 1 - എപ്സിലോൺ സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നെഗറ്റീവ്. 1 - എപ്സിലോൺ സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും. അതായത് എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 0 ആയിരിക്കും. ഈ കേസാണ് നമ്മുടെ എലിപ്സ് എന്ന് പറയുന്നത്. അതേസമയം എപ്സിലോൺ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് -G² m² ഡിവൈഡഡ് ബൈ 2L² എന്ന് വരും. ഇതാണ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എക്സെൻട്രിസിറ്റി ഈസ് h² a ഡിവൈഡഡ് ബൈ gm ആണെന്ന് പറഞ്ഞു. അതിൽ h എന്ന് പറയുന്നത് L/m ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുമ്പോൾ ആ കേസുകളിലൊക്കെ നമ്മൾ എക്സെൻട്രിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്നത് എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ 0യ്ക്കും 1നും ഇടയിലാണ് എന്നാണ്. എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ 0യ്ക്കും 1നും ഇടയിലാണ്. അപ്പം അങ്ങനെ എക്സെൻട്രിസിറ്റി 0യ്ക്കും 1നും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഷേപ്പ് എന്തായിരിക്കും? അത് എലിപ്സ് ആയിരിക്കും നമുക്ക് പറയാം. സോ പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുമ്പോൾ, അല്ലെങ്കിൽ പ്ലാനറ്റ് എപ്പോഴും സണ്ണിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കൂടിയാണ് കറങ്ങുന്നത് എന്ന് നമുക്ക് പറയാം. സോ ഇവിടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം ഇതാണ്, കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് പ്ലാനറ്റ്സ് മൂവ് അറൗണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ആസ് വൺ ഓഫ് ഇറ്റ്സ് ഫോസൈ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന കാര്യമെന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുമ്പോൾ ഓർബിറ്റ് എലിപ്റ്റിക്കൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രൂഫ് നമ്മൾ ഇവിടം വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൂഫ് നമുക്ക് കിട്ടി. അതായത് ഈ L/R = 1 + എപ്സിലോൺ കോസ് തീറ്റ എന്ന് പറയുന്നത് കോണിക്കിൻ്റെ ഒരു ജനറൽ ഫോമാണെന്നും, അവിടെ നിന്ന് ഈ എപ്സിലോൺ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി ആണെന്നും, എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ h² a/gm ആണെന്നും, h എന്ന് പറയുന്നത് L/m ആണെന്നും. സോ യൂഷ്വലി നമുക്ക് എല്ലാ കേസുകളിലും h² a/gm അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, എക്സ്പെരിമെൻ്റലായിട്ട് കിട്ടുന്ന വാല്യൂ 0യ്ക്കും 1നും ഇടയിലാണെന്നും, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കൂടിയാണെന്ന് നമുക്ക് കിട്ടി. ഇതിന് ശേഷം നമ്മൾ ചെയ്ത, ശരിക്കും ഫസ്റ്റ് ലോയുടെ പ്രൂഫ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടം വരെ ആവശ്യമുള്ളൂ. ഇതിന് ശേഷം നമുക്ക് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പറഞ്ഞ എക്സെൻട്രിസിറ്റി, നമ്മൾ എന്താണ് ടേണിംഗ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു, ആർ മാക്സിമവും ആർ മിനിമവും ആവുന്ന പോയിന്റുകളെയാണ് നമ്മൾ ടേണിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഈ എക്സെൻട്രിസിറ്റിയെ നമ്മൾ എനർജിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത ഡെറിവേഷൻസിലൊക്കെ നമ്മൾ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫൈനലി എനർജിയും എക്സെൻട്രിസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമുക്കിവിടെ കിട്ടിയത്. അതായത് ദ റിലേഷൻ കണക്റ്റിംഗ് എക്സെൻട്രിസിറ്റി, ആംഗുലാർ മൊമെൻറ്റം ആൻഡ് എനർജി ഓഫ് എ പ്ലാനറ്റ്, ഇതാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ പറഞ്ഞു ഈ എപ്സിലോൺ എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയിലാണെങ്കിൽ എനർജി നെഗറ്റീവ് ആയിരിക്കും, അല്ലേ? എനർജി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? ഓക്കെ, ആ ഒരു കാര്യം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതായത് ഈഫ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ 1, എനർജി ഈസ് നെഗറ്റീവ്, എനർജി നെഗറ്റീവാണ്. എനർജി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? പ്ലാനറ്റ് ഈസ് ബൗണ്ട് ടു ദ സൺ, പ്ലാനറ്റ് ഈസ് ബൗണ്ട് ടു ദി സൺ
ആൻഡ് ഓർബിറ്റ് ഈസ് എലിപ്റ്റിക്കൽ. ഓക്കെ, പ്ലാനറ്റ് ഈസ് ബൗണ്ട് ടു ദ സൺ ആൻഡ് ഓർബിറ്റ് ഈസ് എലിപ്റ്റിക്കൽ എന്നുള്ളതാണ്. അപ്പോൾ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ ഓർക്കുക, എപ്പോഴും 0ക്കും 1നും ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഷേപ്പ് എന്ന് പറയുന്നത് എലിപ്റ്റിക്കലാണ് എന്ന് ഓർക്കുക. അപ്പം ഇതാണ് ഫസ്റ്റ് ലോയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി അതിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാനുള്ള 2 ടേമുകളാണ് നമ്മളിനി പറയുന്നത്. അതായത് ഇതിപ്പോൾ പ്ലാനറ്ററി മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോസൈ, ഇത് സണ്ണാണ്. സപ്പോസ് ഇത് പ്ലാനറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എന്താണ് ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത? ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത സണ്ണും പ്ലാനറ്റും തമ്മിൽ മിനിമം ഡിസ്റ്റൻസ് വരുന്ന റീജിയനാണിത്. അതേസമയം ഇവിടെയോ ഈ പോയിൻറ്റിൽ പ്ലാനറ്റ് എത്തുമ്പോൾ ഇത് സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസ് ആണ്. സോ ദിസ് ഈസ് ആർ മാക്സ് ആൻഡ് ദിസ് ഈസ് ആർ മിനിമം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സണ്ണ് അതുപോലെ തന്നെ പ്ലാനറ്റ് കേസാണ് എടുക്കുന്നതെങ്കിൽ ഈ ആർ മാക്സിമം, അതായത് മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് പ്ലാനറ്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പ് ഹീലിയോൺ എന്ന് വിളിക്കും. അതുപോലെ തന്നെ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ പ്ലാനറ്റ് എന്ന് പറയുന്നത് പെരിഹീലിയോൺ എന്നാണ് വിളിക്കുക. സോ ഹീലിയോൺ എന്ന് പറഞ്ഞാൽ, ഹീലിയോ എന്ന് പറഞ്ഞാൽ സൺ എന്നാണ്, ഹീലിയോ സണ്ണാണ്. സോ സണ്ണ് സെൻറ്ററായിട്ട് വരുന്ന കേസിൽ എന്താണ് നമ്മളിതിനെ അപ്പ് ഹീലിയോൺ എന്നും അതുപോലെ തന്നെ പെരിഹീലിയോൺ എന്നും വിളിക്കും. ഓക്കെ, ദ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ സൺ ആൻഡ് എ പ്ലാനറ്റ് ഈസ് കോൾഡ് അപ്പ് ഹീലിയോൺ ആൻഡ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ പ്ലാനറ്റ് ഈസ് കോൾഡ് പെരിഹീലിയോൺ. ഇനി സോ ഇവിടെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ സണ്ണിന് പകരം നമ്മളൊരു എർത്തും അതുപോലെ തന്നെ ഒരു സാറ്റലൈറ്റിൻ്റെ കേസാണെങ്കിൽ, അപ്പോൾ ഇവിടെ സപ്പോസ് ഇതിൻ്റെ ഫോക്കസിൽ എർത്താണ്, എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് കറങ്ങുന്ന കേസാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് കറങ്ങുന്ന കേസ്. അപ്പോൾ ഈ സാറ്റലൈറ്റ് കറങ്ങി ഈ പോയിന്റിലെത്തുമ്പോൾ എർത്തും സാറ്റലൈറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം ആവും. അതേസമയം സാറ്റലൈറ്റ് ഈ പോയിന്റിലാണെങ്കിൽ എർത്തും സാറ്റലൈറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദി എർത്ത് വേർ ദ സാറ്റലൈറ്റ് ഈസ് ലൊക്കേറ്റഡ്, ഇതിനെ നമ്മൾ വിളിക്കുന്നത് അപ്പോജി എന്നാണ്, അപ്പോജി. അതേസമയം ഈ മിനിമം ഡിസ്റ്റൻസ് ഇതിനെ നമ്മൾ പെരിജി എന്ന് വിളിക്കും. അപ്പോൾ ഓർക്കുക, എർത്ത് സെൻറ്ററായിട്ട് വരുന്നത് ജിയോ എന്ന് പറഞ്ഞാൽ എർത്ത് എന്നാണ്. ഓക്കെ, ജിയോ എർത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എർത്ത് സെൻറ്റർ വരുന്ന കേസിൽ അപ്പോജി പെരിജി എന്നും, സണ്ണ് സെൻറ്ററായിട്ട് വരുന്ന കേസിൽ അപ്ഹീലിയോൺ അതുപോലെ തന്നെ പെരിഹീലിയോൺ. സോ ഹീലിയോൺ സണ്ണും ജിയോ എന്ന് പറഞ്ഞാൽ എർത്തുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് അപ്പോജി, പെരിജി, അതുപോലെ തന്നെ അപ്ഹീലിയോൺ ആൻഡ് പെരിഹീലിയോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ലോയെ സംബന്ധിച്ച് പറയാനുള്ളത്. താങ്ക് യു.